നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആദിയോഗീശ്വരൻ്റെ മണ്ണാണിത്. ശിവഭഗവാൻ ഇരിക്കുന്ന മണ്ണാണെന്ന് വെച്ചാൽ റിയൽ ശിവൻ ശക്തി ഇരിക്കുന്ന മണ്ണിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇപ്പം നിൽക്കുന്നത്. ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇത് സ്വാമി മഠമാണ്. ഇവിടുത്തെ മഠാധിപതി ഇപ്പം എവിടെയാ കാമാട്ടിപുരം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇപ്പം നമ്മളെപ്പോലെ തീർത്ഥാടനം ചെയ്യാൻ വേണ്ടി സ്വാമി പോയിരിക്കുകയാണ്. അപ്പോൾ സ്വാമി ഇന്നലെ വിളിച്ചപ്പം സ്വാമി പറഞ്ഞു പോകണ്ട, ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു. അപ്പം രാവിലെ എന്ത് ചെയ്തു, രാവിലെ സ്നാനം ചെയ്തു, പൂജ ചെയ്തു, പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കുറച്ച് സ്വാമിയുടെ കുറച്ച് ശിഷ്യന്മാരെല്ലാം ഇവിടെ ഉണ്ട്. അവരെല്ലാം സ്വാമി ഇങ്ങനെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. കാരണം ഞാൻ ആദ്യം ഇത് പൂജ പഠിക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു മഠാധിപതിയുടെ കീഴിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് പൂജ പഠിച്ചത്. ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നമ്മളുടെ എന്തവസ്ഥയാണോ ഏതവസ്ഥ, ഇപ്പോൾ നമുക്ക് പാചകം ചെയ്യാനറിയാം, ചിലപ്പോൾ തൂക്കാനറിയാം, എല്ലാം നമുക്കറിയാമെങ്കിലും ആദ്യം തൊട്ടുള്ള ശിക്ഷണം എന്ത് ചെയ്യും തരും. ഇപ്പോൾ കണ്ണന് ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, കണ്ണൻ നാളെ തൊട്ട് എന്ത് ചെയ്യും ഇവിടെ അവരുടെ കൂടെ കുക്കിങ്ങിനൊക്കെ അല്ലേ, കുക്കിങ്ങിനൊക്കെ കൂടെ. ഇപ്പോൾ രാവിലെ കണ്ണൻ തൂത്ത്, ഇപ്പോൾ കണ്ണൻ പല്ല് തേച്ച് കഴിഞ്ഞ് നിൽക്കുന്നുള്ളൂ. ഇനി കണ്ണന് കുളിക്കണം അല്ലേ, കണ്ണന് കുളിക്കണം. ഞാൻ രാവിലെ എന്ത് ചെയ്തു, രാവിലെ എണീറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ആണുങ്ങളാണ്, ഇവിടെ ഉള്ള സഹോദരന്മാരെല്ലാം അവരെല്ലാം ആണുങ്ങൾ. അപ്പോൾ അതിരാവിലെ തന്നെ എണീറ്റ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്ത് മാറി ഞാൻ. കാരണം അവരുള്ളതല്ലേ, അതുകൊണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ, അവരെല്ലാവരും ഉണ്ട്, ലേഡീസായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും അവർക്ക് എന്നോട് നല്ല ബഹുമാനം അല്ലേ, ഭയങ്കര സ്നേഹമാണ്. രാവിലെ എനിക്ക് ചായ ഇട്ട് തന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ അവരെൻ്റെ കൂടെ പൂജയിൽ സാമ്പ്രാണി എടുത്തു തരാൻ, തിരി എടുത്തു തരാൻ എല്ലാം അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ എന്ത് ചെയ്യാണ്, ഈ കാണുന്ന, അതായത് ഞാൻ ആദിയോഗിയുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഇത് വലിയൊരു മലയാണ്. ഇതിൻ്റെ റൗണ്ട് ചുറ്റുമാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രദേശമുള്ളത്. അപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, രാവിലെ ഇപ്പോൾ എന്ത് ചെയ്തു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോകും അല്ലേ കണ്ണാ? ഫുഡൊക്കെ കഴിച്ച് പുറത്ത് പോയി. ഒന്ന് ഇവിടെ വെള്ളിയാങ്കൽ മലയുണ്ട്, ശിവ സ്വയംഭൂ, അത് ഗുഹാക്ഷേത്രമാണ്. അത് ആ റൂട്ട് കണ്ട, അത് മലയാണ്, അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇവിടുന്ന് നടന്നു പോകാൻ പറ്റില്ല, വണ്ടി പോകും. ഇവിടുന്ന് ഏകദേശം 26 കിലോമീറ്ററാണ്. അവിടെ വണ്ടി വെച്ചിട്ട് അവിടെ താഴെ ശിവ ഉണ്ട്. അപ്പൊ അതിനോടനുബന്ധിച്ചാണ് ശിവ അവിടെ താഴെ വെച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ഇങ്ങനെ വിചാരിച്ചൊന്നുമില്ല ഇവിടെ ഇങ്ങനെ വരുമൊന്നും തങ്ങുമെന്നൊന്നും വിചാരിച്ചില്ല. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇത്. ആന ഇന്നലെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വീഡിയോ കാണിച്ചു തരാം ആന ഇറങ്ങണത്. പിന്നെ പന്നി, ഇന്നലെ പന്നി ഇറങ്ങി. അപ്പൊ ഇവിടെ ഇവിടെ പട്ടിയുണ്ട് കേട്ടോ, 5-6 പട്ടികളുണ്ട്. പിന്നെ അത് കണ്ട നിങ്ങൾ ആ നേരെ കാണുന്നത് വെള്ളം. ഞാൻ കാണിച്ചു തരാം കേട്ടോ, സൂം ചെയ്ത് കിട്ടുമോന്നറിയില്ല, എന്നാലും ട്രൈ ചെയ്യാം, കാണാൻ പറ്റുമോന്നറിയില്ല. കാണാം. ഇത് കണ്ട, അതെ ആ കാണുന്നത് കണ്ട, വെള്ളം മലയിന്ന് വെള്ളം ഒഴുകണതാണ് ആ കാണുന്നത്. കണ്ട ആ വൈറ്റ് കളറിൽ കാണുന്നുണ്ട്, അത് മലയിന്ന് വെള്ളം ഒഴുകുന്ന വെള്ളമാണത്. ആ വെള്ളമാണ് ഈ നാടിന് ഏറ്റവും വലിയ ആശ്വാസം. ഇവിടെ കൃഷികൾക്കായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും അമ്പലങ്ങൾക്കായാലും എല്ലാത്തിനും ഈ വെള്ളം വരുന്നതാണ് വെള്ളിയാങ്കൽ മല. അതായത് ആ ടോപ്പ് സ്റ്റേഷനിൽ ഗുഹാക്ഷേത്രത്തിൽ നിന്നാണ് ഈ വെള്ളം ഒഴുകുന്നത്. കണ്ടാ, അതാണ് ആ വെള്ളം. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നു സ്റ്റേ ചെയ്തു. ഞങ്ങൾക്ക് അവർ നല്ല ഫുഡ് ഉണ്ടാക്കി തന്നു. തക്കാളി കറിയും റൈസും ചോറും രാത്രി തന്നു, തന്നു, സലാഡ് ഉണ്ടായിരുന്നു. നല്ല ഭക്ഷണമാണ് അവർ ഞങ്ങൾക്ക് തരുന്നത്. നല്ല ഭക്ഷണം തന്നു, നല്ല ഉറക്കം തന്നു, എല്ലാം നല്ല ഉറങ്ങി. നല്ലോണം ഞങ്ങൾ കണ്ണനൊക്കെ നല്ലോണം ഉറങ്ങി, ഞാൻ ഉറങ്ങി. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ ഉണരുമെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്തു, നല്ലോണം എന്ത് ചെയ്തു, റെസ്റ്റ് കിട്ടി. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ, നല്ല തണുപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യും, പെട്ടെന്ന് ഇങ്ങനെ തുളി വരും, അതങ്ങ് പോകും.
ഇടയ്ക്ക് തണുപ്പ് വരും. ഇപ്പൊ കാണുന്നുണ്ട് കോട അങ്ങോട്ടൊക്കെ ഭയങ്കര അത് മലയാണ് തണുപ്പായിരിക്കും കേട്ടോ. മല എന്ന് വെച്ചാൽ അവിടെയൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. കാരണം ഭയങ്കര കോടയും കോടയും ഭയങ്കര കാറ്റുമാണ് ഇവിടെ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലായിട്ടുള്ള വൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യവേപ്പാണ്. ഇവിടെ കൂടുതൽ പൂജയ്ക്കൊക്കെ അവരെടുക്കുന്നത് ആര്യവേപ്പിന്റെ ഇലയാണ് എന്ത് ചെയ്യുന്നത്, പൂജയ്ക്കൊക്കെ എടുക്കുക. ആര്യവേപ്പിന്റെ ഇലയും പിന്നെ ചെറിയ ചെറിയ പൂക്കളുമാണ് അവർ കൂടുതലും പൂജയ്ക്ക് എടുക്കുക. പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ എന്ത് ശുഭകാര്യങ്ങൾക്കും ആര്യവേപ്പ് എന്ത് ചെയ്യും, അതെടുക്കുക. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്നപ്പം നമ്മൾ എവിടെ പഴനിയിൽ നിന്ന് വന്നപ്പോഴാണോ പഴനി പോയിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു വരുന്ന സമയത്താണ് എന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് വെച്ചിട്ട് പെട്രോൾ പമ്പിൽ വെച്ചിട്ട് ഒരു അണ്ണൻ ഞങ്ങളെ കണ്ടുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്ത് തോട്ടത്തിൽ പോയിട്ട് ആര്യവേപ്പിൻ്റെ ഇല പറിച്ചുകൊണ്ട് വന്ന് ഒരു കുഴപ്പവും ഉണ്ടാവൂല, സന്തോഷമായിട്ടിരിക്കും എന്നും പറഞ്ഞിട്ട് ഇത് വന്ന് നല്ല പാവുണ്ട് കേട്ടോ. അതിങ്ങനെ മരത്തിൽ നിന്ന് ഒടിച്ചുകൊണ്ട് വന്ന് എല്ലാം ഇങ്ങനെ ഒടിച്ചെടുത്ത് കെട്ടി വണ്ടിയിൽ എന്ത് ചെയ്ത് കെട്ടിത്തന്നു. അപ്പോൾ ഒരുപാട് പ്രത്യേകതയുള്ളതാണ് ആര്യവേപ്പിന്. തമിഴ്നാട്ടിൽ കൂടുതൽ അവരെന്ത് ചെയ്യുന്നു, പൂജയ്ക്കും കാര്യങ്ങൾക്കും ഒരുപാട് ബഹുമാനം കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വൃക്ഷമാണ് ആര്യവേപ്പ്. ഇവിടെ ഉണ്ട് ആര്യവേപ്പ്. ആര്യവേപ്പ് ഇത് ആയുർവേദ മെഡിസിനിലും ഇതുകൊണ്ട് സോപ്പ്, ഫേസ് വാഷ് എല്ലാം ഉണ്ടാക്കൂലേ കണ്ണ? പിന്നെ ആദിയോഗിയിൽ വന്നാ കണ്ടോ കണ്ണ? ഇവിടെയാണ് ആദിയോഗി സെന്റർ, മലയുടെ താഴെ അവിടെയാണ്. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ ഈ ആശ്രമമാണ്. ഞാൻ ആശ്രമം കാണിച്ചു തരാം കേട്ടോ. ഈ ഇരിക്കുന്ന ആളുകളെല്ലാം ഇതുപോലെ ധ്യാനമെടുത്ത് യോഗീശ്വരന്മാരാണ്, ജപിച്ച് ഉള്ള യോഗീശ്വരന്മാരാണ് ഈ ഫോട്ടോസിൽ. പിന്നെ ഇപ്പോഴത്തെ ഫോട്ടോസിൽ ഇവിടെ ഉണ്ട്. ഇത് ഒരു ഗുരുവാണ്. എന്ന് വെച്ചാൽ അതായത് ഹിമാലയ സാനുക്കളിലെല്ലാം പോയിരുന്ന് ജപിച്ചിരിക്കുന്ന ആളുകളാണ് ഈ സ്വാമികളിൽ കാണുന്ന ഫോട്ടോസിലൊക്കെ. പിന്നെ അധിപതിയുടെ ശിഷ്യന്മാരായിട്ടിരിക്കുന്ന ആളുകളാണ് രാജ്കുമാർ, രവിചന്ദ്രൻ. ഇവരൊക്കെ സ്വാമിമാരാകാൻ വേണ്ടിയിട്ട് പഠിച്ച് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അരിശവും ദേഷ്യവും ഒക്കെ ഉള്ള ആളുകളായിരുന്നു ഇവരെല്ലാം ഇപ്പൊ ശാന്തരായിട്ട് എന്ത് ചെയ്യണം, സമാധാനപരമായിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, സ്വാമിയുടെ കൂടെ. സ്വാമി ഇപ്പം ഇവിടെ ഇല്ല, സ്വാമി തീർത്ഥാടനത്തിന് പോയിരിക്കുക. അപ്പൊ ഇവരാണ് ഉള്ളത്. ഞങ്ങൾ ഇന്നലെ ഇവരാ സ്വീകരിച്ചിരുത്തിയതൊക്കെ ഈ സ്വാമി ശിഷ്യന്മാർ, ഇവിടുത്തെ ശിഷ്യന്മാരാണ്. ഇവരൊക്കെയാണ് ഞങ്ങളെ സ്വീകരിച്ചിരുന്നത്. ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അക്ക വരുന്നുണ്ട്, പൂവും കൊണ്ട്. ഈ നിൽക്കുന്ന അണ്ണന്റെ പേര് പറയാം, ശരവണ അണ്ണയാണ്. ശരവണ അണ്ണയാണ് ഇവിടുത്തെ എന്ത് ചെയ്യുന്നറിയാമോ, ഇവിടുത്തെ സ്വാമി മഠത്തിലെ ഇവിടുത്തെ എന്താ പറയാ കുക്കിങ്ങിലെ മെയിൻ ആളാണ്. നല്ല കുക്ക് ചെയ്യും, നല്ല കുക്കിംഗ് ഡ്യൂട്ടിയാണ് അണ്ണൻ്റെത്. എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയാണ് അണ്ണൻ്റെത്. സ്വാമിയാണ്, സ്വാമിയാകാൻ സ്വാമിയുടെ ശിഷ്യരായിട്ട് മാറുന്നതിന്റെ ഫസ്റ്റ് ട്രെയിനിങ് ആണ്. അതായത് എനിക്കൊക്കെ ആദ്യം തന്ന ട്രെയിനിങ് ആണ് അണ്ണനൊക്കെ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ആദ്യമേ അതാണ് തരിക. നമ്മുടെ പേര് പറ. അണ്ണ പേര് രവിചന്ദ്രൻ. ഇത് രണ്ടാമത്തെ ശിഷ്യൻ. ഹായ് പറ. അതിലെ ഹായ് പറ. ഓക്കെ. ഇപ്പൊ രാവിലെ സ്വാമിക്ക് പൂ കൊടുക്കുന്ന പൂവുണ്ട്. സ്വാമിക്ക് വെക്കട്ടെ? ഫ്രീയാ? ഫ്രീ ആണെന്ന് എനിക്ക് ഫ്രീ തന്നാണെന്ന്. ഇങ്ക മാലയുണ്ടോ അവിടെ ഇടാൻ? ഇത് കൂട്ട് കുറച്ച് കട്ട്. കച്ചവടമൊക്കെ നടക്കട്ടെ, മുടിയട്ടെ. അക്കടെ പേരെന്നാ? മതി, കച്ചവടം നല്ല മുടിയട്ടെ കേട്ടോ. 5 പൂ. ഇതെന്നാ? ഇത് മെയിൻ ദേവിക്കൊക്കെ മെയിനായിട്ട് വയ്ക്കുന്ന സാധനം മതി. ഇതൊക്കെ സ്വാമിക്ക് തന്നോ? സന്തോഷമാ? എടുത്തോളാം. അക്ക എനിക്ക് കണ്ട, രാവിലെ എന്നെ കണ്ട, എനിക്ക് ഒരുപാട് പൂ തന്നു. ഇതൊക്കെ പൈസക്കൊക്കെ വിൽക്കുന്ന, പക്ഷെ ഇതെല്ലാം ഫ്രീ തന്ന് എനിക്ക് എന്ത് ചെയ്ത് തന്നതാണ്. ഓക്കെ, നന്നായിരിക്കും. എങ്ങനെ ദൈവം ഒരു വഴി കാണിച്ചു കൊടുക്കണം. പ്രാർത്ഥിക്കാം, തീർച്ചയായും. കണ്ടിപ്പാ ഇതെല്ലാം വിറ്റ് പോകാൻ പ്രാർത്ഥിക്കാം. ഓക്കെ.
കേട്ടാ സന്തോഷമായിപ്പിക്കൂ ശാന്തി. ബോണി വിറ്റ ആ ഓക്കെ. കണ്ട പാവൻ രാവിലെ കണ്ട നടന്ന്. ആ അപ്പൊ ഇത് ഞാൻ അവിടെ കൊണ്ട് സ്വാമിക്ക് വെക്കട്ടെ. ആ ശരി. ഇതുപോലെ ഉണ്ടല്ലോ കണ്ണാ. ഞാൻ ഫസ്റ്റില് പൂജിച്ചത് ശനീശ്വരനെയാണ്. ശനീശ്വര സ്വാമിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ നിന്ന് ശനീശ്വരനെയാണ് ആദ്യം പൂജിച്ചത്. കുറെ ദിവസം നിന്നിട്ട് എന്ത് ചെയ്ത് ശനീശ്വരന് ആരതി കൊടുക്കുകയും പൂജയൊക്കെ ചെയ്ത് ആദ്യം ശനീശ്വരനെ പൂജിച്ചു. ശനീശ്വരൻ അയ്യപ്പനല്ലേ, ആദ്യം ശനീശ്വരനെ പൂജിച്ചു. അമ്മ സന്തോഷമായി. ചിന്ന ചിന്ന പൂവില് ഞാൻ എല്ലാമേ നന്നായിട്ട് വെച്ച്. അപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ ഫുഡാണ് ഇത്. അല്ല കറി, ഇത് കറിയാ. ഇത് എന്നാ കറി? കുഴമ്പ്, വെണ്ടയ്ക്ക തക്കാളി കുഴമ്പ്. ഇതാണ് കറി, എണ്ണ വെച്ചതാണ്. ഇതാണ് തക്കാളി സാദം. ഇതാണ് തക്കാളി സാദം. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ ഫുഡ്. ഇത് നമ്മുടെ അണ്ണനാണ്. അണ്ണനാണ് അതിന്റെ മെയിൻ ആണ്. അണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു മിനിറ്റ്, ഈ അണ്ണനാണ് നമ്മുടെ സ്വാമിയുടെ മെയിൻ ശിഷ്യൻ. ശരവണ അണ്ണനാണ് സ്വാമിയുടെ എല്ലാ കാര്യങ്ങളും, ഈ മഠത്തിന്റെ എല്ലാ കാര്യങ്ങളും അണ്ണനാണ് നോക്കുന്നത്. അണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നമുക്ക് വേണ്ടിയുള്ള ചായ, പിന്നെ ചോറ്, കറി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അണ്ണൻ ചെയ്തു തരും. അണ്ണൻ ശാന്തിയാണ്, എല്ലാ കാര്യങ്ങൾക്കും കറക്റ്റാണ്. പിന്നെ എല്ലാത്തിനും അണ്ണൻ വീക്ഷിക്കും കേട്ടോ. എല്ലാ കാര്യങ്ങളും അണ്ണൻ കറക്റ്റായി നോക്കും, എന്ത് ഏത് എല്ലാമേ ചെയ്യും. പക്ഷെ നമ്മൾ എന്താണെന്ന് അണ്ണൻ അറിയാം. പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അണ്ണൻ അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. പിന്നെ ഇവിടെ ഇവർക്കും നമുക്കും എല്ലാവർക്കും വേണ്ടി അണ്ണൻ്റെ ഫേവറേറ്റ് കൂട്ടുകാരുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ല, ഒരാൾ കിടക്കണണ്ട ഇവിടെ, ഒരാൾ കിടപ്പുണ്ട്. പിന്നത് കണ്ട, ഇവള് പ്രസവിച്ച് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട, അവള് കിടക്കണേണ്. അപ്പൊ രാത്രി നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആന ശല്യവും പന്നി ശല്യവും ഒക്കെ ഉള്ളതുകൊണ്ടിട്ട് യുവമാർക്ക് കൂട്ടുകളെല്ലാം ജോലിയുണ്ട്. അപ്പൊ പകല് ഇവര് ഉറങ്ങും. അതായത് സന്യാസ മഠത്തില്, അതായത് സ്വാമിമാരായിട്ടിരിക്കുന്ന ആളുകളിൽ ജോലി വേലയൊന്നും ചെയ്യത്തില്ല. അവർ ഫുൾ ടൈം പ്രാർത്ഥന, തീർത്ഥാടനവും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളാണ്. അവർക്ക് വെളിയിലിരിക്കുന്ന സ്വാമി, അവിടെ ഇരിക്കുന്ന ആളുകൾ കൊണ്ട കൊടുക്കുന്ന സബ്ജിയാണിത്. മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, ഇതിനൊരു പേര് പറയും, നാട്ടിൽ ഒരു പേര് പറയാൻ ഇപ്പൊ പറയുന്നില്ല, മുള്ളങ്കി. ഇതിനെന്ത് പേര് പറയും? മുട്ടക്രോസ്, മലയാളത്തിൽ മുട്ടക്രോസ് എന്ന് പറയും. കായും ഉണ്ട് കേട്ടോ. എല്ലാ സാധനവും ഇവിടെ എടുത്തിട്ടാണ് രാവിലെ. ഇത് ബീട്രൂട്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാമാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇതിനെ വരുമ്പോ ഇതൊക്കെ എനിക്ക് മനസ്സിലായി കേട്ടോ. എനിക്കിതൊന്നും അറിയത്തില്ല, ഇതൊക്കെ മനസ്സിലായി. അതായത് ആനയൊക്കെ വരുന്ന സമയത്ത്
ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്, ഇങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, ശല്യം ഉണ്ടാവും. ആ സമയത്ത് കത്തിക്കാനായിട്ടുള്ള പന്ത് അവരെന്ത് ചെയ്യാണ്, ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതും കണ്ടോ, എല്ലാ അഡ്ജസ്റ്റ്മെന്റും ഇവിടെ ഉണ്ട്. ചെയ്തു വെച്ചത് എനിക്കിത് കണ്ടപ്പോഴേ മനസ്സിലായി. കുഞ്ഞുങ്ങളെ കണ്ട കണ്ട നല്ല ഭംഗിയുള്ള കണ്ട, അവള് പ്രസവിച്ച് എന്താ മുല കൂട്ടണേന്ന് കണ്ട കണ്ട, അടിപൊളിയല്ലേ കണ്ട, അവള് നോക്കണണ്ട. ഇതുങ്ങള് രാത്രി ഇവിടെ ഉണ്ട്, സേഫ്റ്റിയാണ്. അതുങ്ങൾ രണ്ടും ഇതുങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യും. പ്രസവിച്ച് കുഞ്ഞുങ്ങളെല്ലാം ഇരിക്കുക. ഇതെല്ലാമേ ശരവണ എണ്ണ, ഇതെല്ലാത്തിനും ശരവണ എണ്ണതാണ് എല്ലാവരെയും നോക്കുന്നത് കണ്ട. ഭക്ഷണം കൊടുത്ത് അതുങ്ങളെല്ലാം ഭയങ്കര കെയറിങ് ആണ് കണ്ട. അണ്ണന് എല്ലാവരെയും ഭയങ്കര ഇഷ്ടം. നമ്മുടെ മഠം കാര്യങ്ങളൊക്കെയാണിത്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ വളരെ ശാന്തിയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ല, ഈ മഠത്തിന്റെ എനിക്ക് എൻ്റെ വീട്ടില് എനിക്കൊരു പൂജാ റൂമുണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്വാമിമാർക്കും ഇതുപോലെ പൂജാ റൂം ഉണ്ട്. എനിക്ക് പൂജാ റൂം മാത്രമേ ഉള്ളൂ. ഇത് ഹോമകുണ്ടമാണ്, എന്ന് വെച്ചാൽ ഗണപതി ഹോമം അങ്ങനെയൊക്കെ സ്വാമിമാരൊക്കെ അതെന്ത് ചെയ്യും, അവരതെല്ലാം നടത്തും, ഓരോ വിശേഷങ്ങൾക്കെല്ലാം നടത്തും. നമുക്ക് ഹോമകുണ്ടമൊന്നുമില്ല, നമുക്ക് സ്വന്തമായിട്ട് ഞങ്ങൾ വീട് പണിയുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഹോമകുണ്ടം എന്ത് ചെയ്യും, വെക്കും. ഇപ്പം അതൊന്നുമില്ല. അപ്പോൾ എല്ലാ സ്വാമിമാർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പൂജാ റൂമുണ്ട്. അതാണ് അവരുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ്. അതായത് കഴിക്കുന്നതോ ഉറങ്ങുന്നതോ കുളിക്കുന്നതൊക്കെ ഓക്കെ, കുളിക്കുന്നത് പ്രധാനമാണ്. പക്ഷെ എന്നാലും ഭക്ഷണമോ പൈസയോ ഇതൊന്നും അല്ല അവർക്ക്, അങ്ങനെയൊന്നും അവർ ചിന്തിക്കാറില്ല. അവരുടെ മെയിൻ എന്താണ്, അവരിലുള്ള ഈശ്വരനെ അവർ കണ്ടെത്തി ആ ഈശ്വരനെ എന്ത് ചെയ്യാണ്, നല്ല രീതിയിൽ നോക്കുക. അതാണ് എല്ലാ സ്വാമിമാരും ചെയ്യുന്നത്. ഈ കാണുന്ന ഫോട്ടോയിൽ ഇരിക്കുന്ന, അതായത് ഞാൻ കാണിച്ചു തരാം, ഈ ഫോട്ടോ, ഈ കാണുന്ന ഫോട്ടോസ് നിങ്ങൾ കണ്ടോ? ഈ കാണുന്ന ഫോട്ടോസിലിരിക്കുന്നതെല്ലാം ഓരോ മനുഷ്യജന്മം എടുത്ത് ഋഷീശ്വരന്മാരാണ് ഇതെല്ലാം. അതായത് കോടാനുകോടി മന്ത്രങ്ങൾ ജപിച്ച് ശാന്തിയെടുത്ത് വഴക്കോ ശണ്ടയോ ഒന്നും കൂടാതെ കഷ്ടപ്പെട്ട് അലഞ്ഞ് തിരിഞ്ഞ് അവസാനമായിട്ട് അവർ ജപിക്കുന്ന മുനീശ്വരന്മാരാണിത്. ഈ കാണുന്നതെല്ലാം ഇവിടെ തൊട്ടിങ്ങ് വരെയെല്ലാം കാണുന്നത് അതാണ്. അങ്ങനെയാണ് സ്വാമിമാരുടെ ആ ഒരു സ്വാമിമാരായിട്ടിരിക്കുന്ന ആളുകളാണ് ഇതെല്ലാം, ഋഷീശ്വരന്മാരാണ് ഇതെല്ലാം. ഞാൻ സന്യാസം എടുത്തിട്ട് പൂജ പഠിച്ച പൂജാരിണിയാണ് ഞാൻ. അപ്പം ആ സമയത്ത് എനിക്കൊരു പേരുണ്ട്, ഗംഗാഗിരി എന്നാണ് പേര്. ഈ സ്വാമി ഉദയഗിരി. ഈ സ്വാമി ഇതിലോട്ട് സ്വീകരിച്ചപ്പം അതെല്ലാം മെയിനിരിക്കുന്ന മഠാധിപതികള് തെരഞ്ഞെടുത്തിട്ടാണ് കൊടുത്തത്. ഉദയഗിരി സ്വാമിയാണ്, ഉദയഗിരി എന്നാണ്. ഇതാണ് മഠത്തിന്റെ ഓണർ. അതായത് ഈ മഠാധിപതി പുള്ളിയാണ്. പുള്ളി സ്വന്തമായിട്ട് പൂജ പഠിച്ച് സന്യാസം എടുത്ത് ഇവിടെ വന്ന് ഈ ടെന്റ് കെട്ടിയിട്ട് ഇത്രയും ആളുകളെ അവര് ശിക്ഷണം കൊടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. ഇതിലെ മഠാധിപതിയാണ് ഉദയഗിരി സ്വാമി. സ്വാമി ഇപ്പം തീർത്ഥാടനം ചെയ്തു. സ്വാമി ഇല്ല, കാമാട്ടിപുരത്ത് പോയിരിക്കുകയാണ്. 15 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അപ്പം ഞങ്ങളോട് ഇവിടെ ശാന്തി എടുത്തിരിക്കാനായിട്ട് സ്വാമി കർശനമായിട്ട് പറഞ്ഞേക്കണേ. അപ്പം ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം.